കളർ നോക്ക്. ഇന്ന് നമ്മളൊരു ഫിഷിങ്ങിന് വന്നതാണ് കേട്ടോ. ഇന്ന് ഞാനും യൂജിനും അഖിലേട്ടനും കൂടെ കഴിഞ്ഞ ദിവസം നമുക്ക് മീൻ കിട്ടി അതേ സ്പോട്ടിൽ തന്നെ കൈച്ചൂണ്ട ഇടാൻ വേണ്ടി വന്നേക്കുവാണ്. ഒരു ദിവസം മീൻ കിട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അവിടെ തന്നെ പോയിരിക്കുന്നതാണല്ലോ നമ്മൾ മലയാളികളുടെ ശീലം. വെയിറ്റിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. മൈദ, മഞ്ഞപ്പൊടി, പെല്ലറ്റ്, പിന്നെ അതിന്റെ കൂടെ 2 ബിസ്ക്കറ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തീരെ പൊടിയായിട്ടുള്ള കാർബൺ ഹുക്കാണ് കേട്ടോ കൈച്ചൂണ്ട ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചൂണ്ടയിൽ തീറ്റയും കൂടി സെറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ അഖിലേട്ടന്റെ ചൂണ്ടയിൽ നല്ല മഞ്ഞ കളറുള്ള ഒരു പള്ളത്തി തന്നെ കയറി അടിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചൂണ്ടയിൽ ഒരു പരല് കയറി അടിച്ചിട്ടുണ്ട് കേട്ടോ. അധികം വലിപ്പമൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസത്തെ പോലെ അന്നദാനം നടത്തേണ്ട വന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു സമാധാനമുണ്ട്. അങ്ങനെ അവനെയും പിടിച്ച് വലക്കത്തിട്ട് നമ്മൾ വീണ്ടും കൈ ചൂണ്ടയിടാൻ വേണ്ടി പോവാണ് കേട്ടോ. ചൂണ്ട അങ്ങോട്ട് ഇട്ട് ഒരു 5 മിനിറ്റിനകം തന്നെ നമുക്ക് വീണ്ടും ഒരു പരല് കയറി അടിച്ചിട്ടുണ്ട്. മഴയായതുകൊണ്ട് അവർ അടിക്കുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ചൂണ്ടയിൽ അടുത്തൊരു പരലും കൂടെ കയറി അടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം കുറെ മീനുകളെ കിട്ടിയത് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇന്നും വന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. ഇന്ന് കിട്ടിയ മീനുകളെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് മൊത്തം കൂടെ ഒരു 4-5 പരലിനെ ഒരു വള്ളത്തെയോ ആണ് കിട്ടിയേക്കുന്നത്. അതിനകത്ത് ഒരു പരലിനെ നമ്മുടെ അലിഗേറ്ററുകാരന് ഫീഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരെണ്ണത്തിന് നമ്മുടെ ഷവൽനോസിനും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മീനുകളെ നമ്മുടെ വാഹിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പള്ളത്തെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വാഹ അതിനെ വെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.